ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ ഈ വോട്ടർ പട്ടികയിലെ പേര് വെട്ടിയതുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്ന ഘട്ടത്തിലൊക്കെ ഇന്നു പറഞ്ഞൊരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നൊക്കെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ വോട്ട് ചെയ്ത ഒരാൾ പ്രാഥമികമായി ചെയ്യേണ്ട വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് തിരക്കേണ്ട പ്രഥമമായ കാര്യം ചെയ്തില്ല. ഒന്ന്, രണ്ടാമത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തെന്ന് അദ്ദേഹത്തിന്റെ ക്ലെയിമുകൾ പൊളിഞ്ഞു വരികയല്ലേ നിഖിൽ? തീർച്ചയായിട്ടും സുഹേൽ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം കോഴിക്കോട് DCCയിൽ അധ്യക്ഷൻ പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ അവർ ഈ പത്രസമ്മേളനം നടത്താൻ വരുന്നത് തന്നെ അദ്ദേഹം 2020 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന്റെ സ്ലിപ്പുമായാണ്. ഇത് എവിടെ നിന്നാണ് ഈ സ്ലിപ്പ് ലഭിക്കുന്നത്? എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പൊ സത്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് വലിയ വീഴ്ചയാണ്. കാരണം ഇങ്ങനെ ഒരാൾ, ഒരു സെലിബ്രിറ്റി, സാംസ്കാരിക ലോകത്ത് അറിയപ്പെടുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അദ്ദേഹം യെസ് പറഞ്ഞപ്പോൾ അതൊരു വലിയ നേട്ടമായി അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അപ്പോൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നു, പ്രചരണം ആരംഭിക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരിൽ, അദ്ദേഹം താമസിക്കുന്ന വാർഡിൽ അദ്ദേഹത്തിന് വോട്ടില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നത്. അതിനുശേഷം ഹൈക്കോടതിയെ സമീപിക്കുകയും താൻ വോട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്ത് വലിയ പിഴവ് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ 2020 വിനൂസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് പിഴവ് ഉണ്ടായിട്ടുണ്ട്, അത് കേസെടുക്കേണ്ട വിഷയമാണ്, അതൊരു കള്ള വോട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് നിയമപരമായി ശരിയുമാണ്. കാരണം വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആൾക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ പറ്റുക? അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വോട്ട് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അതൊരു പിഴവ് തന്നെയാണ്. ഇന്ന് രാവിലെ നമ്മൾ ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിൽ വളരെ കൃത്യമായി പറഞ്ഞു, തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പിഴവും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഈ ജില്ലാ കളക്ടറെ കണ്ട് പരാതി നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ കളക്ടർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പേര് ഈ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കളക്ടർ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ അന്വേഷണം നടത്തിയ ശേഷം നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഒരു പിഴവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം 18 വർഷമായി അവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം നിലനിൽക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലായിരുന്നു. വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുടെ പേര് 2020 നോട്ടിഫിക്കേഷൻ വെച്ചാണ് 2025 അത് അപ്ഡേറ്റ് ചെയ്തു പോരുന്നത്. 2020 പേരില്ലാത്ത ആളുടെ പേര് എങ്ങനെയാണ് 25 ആകുമ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുക? അല്ലെങ്കിൽ അത് ഉണ്ടാകണമെന്ന് അവർക്ക് എങ്ങനെയാണ് വാശി പിടിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് കളക്ടർ ചോദിക്കുന്നത്. എന്തായാലും ഈ കടുത്ത തിരിച്ചടിയാണ് ഇപ്പോൾ UDF ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. VM വിനുവിനെ ഇവിടുത്തെ മേയർ സ്ഥാനാർത്ഥിയായാണ് പരിഗണിച്ചിരുന്നത്. അദ്ദേഹത്തിന് വലിയ വിജയ സാധ്യതയുള്ള ഒരു വാർഡിലാണ് സീറ്റ് നൽകിയിരുന്നത്. അതിലൂടെ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാനാകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കോൺഗ്രസ് വെച്ചു പുലർത്തിയിരുന്നത്. പക്ഷെ ആ പ്രതീക്ഷ വെച്ചു പുലർത്തുമ്പോൾ വേണ്ടുന്ന ജാഗ്രത, ഗൗരവം അവർ കാണിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴുണ്ടായ ഈ തിരിച്ചടികൾക്ക് കാരണം. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.